So today is our 40th live sessions, that is week 40 live session of English Enrichment Program, and we have completed around 280 days of daily tasks. Today's theme is Mastering Multifaceted English Communication. And നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പോകുന്നത് engaging deeply with language, culture and society. So agenda for today's session is documentary review and analysis, cross-cultural negotiation simulation, comedy night highlights, global issues debate, exploration of non-fiction literature, persuasive speeches workshop, cultural exchange discussion. ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റികൾ എല്ലാവരും ആക്റ്റീവ് ആണ്. അതിനുശേഷം വരുന്ന ഡെയിലി ടാസ്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് വിച്ച് ഇസ് ദ കീ പോയിന്റ് ഓഫ് ഡൂയിങ് ദ ലൈവ് സെഷൻ. നമ്മളുടെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡെയിലി ടാസ്ക് ഡിസ്കസ് ചെയ്യുക, അതിലുള്ള എന്താണ് സ്ട്രെങ്ത്തുകൾ നമ്മളിവിടെ അപ്രീഷിയേറ്റ് ചെയ്യുക, വീക്ക്നെസ്സുകൾ കറക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ലൈവ് സെഷന്റെ പോയിന്റ് എന്ന് പറയുന്നത്. അതിലാണ് ഇവിടെ ആൾക്കാർ ആക്റ്റീവ് ആവാത്തത്. ഓക്കെ, ബാക്കി നമ്മൾ ഒരു യൂഷ്വൽ ടോക്ക് നടക്കുന്ന സമയത്തും ഇൻട്രൊഡക്ഷന്റെ സമയത്തും ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ആക്റ്റീവ് ആണ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ വിൽ ബിഗിൻ വിത്ത് അവർ വേർഡ് ഓഫ് ദി ഡേ, ദാറ്റ് ഈസ് ഹ്യൂ ആൻഡ് ക്രൈ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രേസ് ഓഫ് ദി ഡേ എന്ന് പറയാം, ഹ്യൂ ആൻഡ് ക്രൈ. So please read the meaning for yourself and understand it, and please do ask me if you have any doubt. Okay, നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. And cry. I've given an example sentence. After the popular professor was fired by the college, there was such a hue and cry from the students that the administration was forced to reconsider its decision. If you all have understood the meaning of the phrase hue and cry, please give me a thumbs up in the chat box. If not, give me a thumbs down, or else just reply with yes or no. അല്ലെങ്കിൽ ഒരു yes or no വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു thumbs up and thumbs down വെച്ചിട്ടോ. Okay, what about others? Swapna has replied. Okay, കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല, സോ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വലിയ രീതിയിൽ എന്തിനെങ്കിലും എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനെയാണ് കേട്ടോ ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറയാ. ഇപ്പോ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഇഷ്യൂസ് എന്താണ്? നെറ്റ് എക്സാമും നീറ്റ് എക്സാമിന്റെ ഒക്കെ സ്കാം. ദ സ്റ്റുഡൻസ് ആർ മേക്കിംഗ് എ ബിഗ് ഹ്യൂ ആൻഡ് ക്രൈ. എന്താണ്? നമ്മളൊരു ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വലിയ രീതിയിൽ പ്രതികരിക്കുന്നതിനെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്ററൽ മീനിങ് എല്ലാവരും ഉറക്കെ കരയുക എന്നതല്ല, മറിച്ച് ഹ്യൂ ആൻഡ് ക്രൈ റെഫേഴ്സ് ടു a clamor of alarm or protest in response to something. Okay, നമ്മൾ കൂട്ടമായി വളരെ സീരിയസ് ആയി എന്തിനെങ്കിലും എതിരെ പ്രതിഷേധിക്കുന്നതിനെയാണ് hue and cry എന്ന് പറയുന്നത്. Please read the example sentence, അത് കൂടുതൽ ക്ലിയർ ആവും. എന്താണ്? After the popular professor was fired by the college. Popular professor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രൊഫസറിനെ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? There was such a hue and cry from the students. Students അതിൽ വളരെയധികം പ്രതിഷേധിച്ചു. That the administration was forced to reconsider its decision. അവരെടുത്ത തീരുമാനം അവർ റിവൈസ് ചെയ്യേണ്ട വന്നു. Okay, now I hope. Can you all please give me an example sentence using the phrase hue and cry? There was a big hue and cry over the golden crown donated to Mother Mary by Suresh Gopi before the elections. Very good. Yes. Good sentence. Connecting the phrase or word of the day with the current relevant issues is a good activity. നമുക്കത് കൂടുതൽ മനസ്സിലാവും. Very good. So now, the hue and cry against CAA was heard nationwide. Very good. The workers raised a great hue and cry against the new rule. Very good. A boy don't get his food, so he make hue and cry. ഭക്ഷണം കിട്ടാതിരിക്കുന്നതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുവോ? അരവിന്ദ്, ആ സെന്റൻസ് ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കൂ. ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂവിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതിനെയാണ്. A boy don't get his food. When a boy didn't get his food, he made a
hue and cry എന്ന് പറയാം. പക്ഷെ എന്റെ ചോദ്യം, നമ്മള് ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പ്രതിഷേധിക്കുക ഭയങ്കരമായിട്ട്. എന്താണ് ആ കോണ്ടെക്സ്റ്റ്? സെന്റൻസ് ക്ലിയർ അല്ല. Educational minister be ready to provide more seats for +2 after hue and cry from society. The educational minister is ready to provide. Okay, is ready. People made a hue and cry for the change of regime. Okay, fine. Now let's begin with idiom of the day. Idiom of the day എന്താണ്? Weak at the knees. നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ പറയില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ മുട്ട് വിറക്കുകയാണെന്ന് പറയില്ല. നമ്മൾ ശരിക്കും വിറച്ചിട്ടല്ലല്ലോ പറയുന്നത്, ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ലേ? So that is same as weak at the knees. I feel weak at the knees when I think about it എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ഒരു സ്ട്രോങ് ഇമോഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ എന്താണ് ടെൻഷൻ ആവുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയ ഇഡിയമാണ് weak at the knees. An example sentence given here is, just thinking about getting up in front of 1,000 people makes me weak at the knees. At the knees. It's terrifying. So please give me example sentence using the idiom weak at the knees. When she realized the person she believed had cheated her, she felt weak at the knees. Very good, Amina. Very good sentence. Very well structured. Hearing about the accident makes me weak at the knees. Very good, Rabia. Very good sentence. When the junior students saw the gang of seniors walking towards him, he became weak at the knees. Very good, Swapna. Good one. There's an adventure ride, and I just thinking that ride is weak at knees. Anu, സെന്റൻസ് ഉദ്ദേശിച്ചത് മനസ്സിലായി. അഡ്വഞ്ചർ റൈഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പൊട്ടുവിറക്കാണെന്നല്ലേ, പക്ഷെ അതിന്റെ സ്ട്രക്ചറിംഗിൽ ചെറിയൊരു എഡിറ്റ് വേണം. Thinking about the adventure ride itself makes me weak at the knees. I just thinking that ride allalo weak at the knees, nammalalle weak at the knees ayathu. So thinking about the adventurous ride itself makes me weak at the knees. Okay Anu, onnu note cheyane. Even the thought of performing on stage makes me weak at the knees. Very good, Nandana. She said hello to me and I went weak at the knees. Okay, Prarthana. It makes me weak at the knees when I'm speaking to strangers. Okay, good, Shruti. I feel weak at knees when I think about those COVID period. Okay, when the students saw the teacher, they became weak at the knees. Okay, fine. Thank you all. Thank you all so much. Okay. ഇനി ചെറിയ നേരത്തെ സ്വപ്ന പറഞ്ഞ പോലെ ഒരു സ്മോൾ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തത് സിനോണിംസ് പറയാനായിരുന്നു. ഇവിടെയും സിനോണിംസ് തന്നെയാണ്, പക്ഷെ ഇന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെരി യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് വേർഡ് പറയട്ടെ. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോ വെരി ഹാപ്പി, ഐ ആം വെരി ഹാപ്പി ടുഡേ എന്നതിന് പകരം ഐ കൻ സേ I am excited. നമ്മൾ വെരി ഹാപ്പി എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് എക്സൈറ്റഡ്. ഒരു നോർമൽ ഹാപ്പിനെസ് ലെവലിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും എക്സൈറ്റ്മെന്റ് എന്ന് പറയാം. സോ ഇവിടെ ഞാൻ വെരി യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് വേർഡ്സ് പറയും. സോ നിങ്ങൾ ആ വെരി ഇല്ലാതെ ആ വേർഡിനെ എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കണം. Is it clear? For example, ഞാൻ വെരി ഹാപ്പി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ you people can reply it with excitement. Is it clear with everyone? So the first one is very bad. Very bad. വളരെ മോശം. Very bad. Nasty. Okay, very good. Nasty. Good. Then, okay, it is worst. Okay, very good. Ugly എന്ന് നമ്മൾ പറയാ. Too poor. Okay, the hygiene conditions are too poor എന്നൊക്കെ പറയാം, പക്ഷെ വളരെ ആപ്റ്റ് ആയ വേർഡ് എന്ന് പറയുമ്പോൾ awful. Very good, Gauri. So nasty can be taken, worst can be taken, awful can be taken. Ridiculous എന്ന് പറയുന്നത് നമ്മൾ വളരെ അൺറീസണബിൾ ആയ കാര്യങ്ങളൊക്കെയാണ്. റിഡിക്കുലസ് എന്നുള്ളതിന് വെരി ബാഡ് എന്ന മീനിങ് അല്ല, മറിച്ച് എന്താണ് വളരെ അൺറീസണബിൾ ആയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പറയില്ലേ, ഒരു എവിഡൻസും ഇല്ലാതെ വെരി റിഡിക്കുലസ് ഓഫ് യു ടു സ്പീക്ക് ദാറ്റ് വേ എന്നൊക്കെ പറയാം.
ഒരു റീസണും ഇല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുക അങ്ങനെ വെരി ബാഡ് എന്നുള്ളൊരു മീനിങ് അല്ല കേട്ടോ ആക്ച്വലി റിഡിക്കുലസ് എന്നുള്ളത് ഹൊറിബിൾ നമ്മൾ കോമൺ ലാംഗ്വേജ് ഹൊറിബിൾ എന്ന് പറയാറുണ്ട് പക്ഷെ വെരി ബാഡ് എന്നത് ആൾട്ടർനേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ maybe not. Okay, anyway, that was a good one. The next word is very small. Very small. വളരെ ചെറുത്. Very small. Very good. Tiny, tiny. Very good. Yes, minute എന്നും പറയാം. Okay, and here Swapna has given a new word, puny. എനിക്ക് അറിയില്ലായിരുന്നു. ആരാണ് സ്വപ്ന എന്നല്ലേ? Yes, puny. Puny is also a word used for very small. എന്തെങ്കിലുമൊക്കെ വളരെ small ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് puny എന്ന് പറയാം. Okay, that's a new word. So you can all note it. Okay, എന്തെങ്കിലും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ it is in a puny amount എന്ന് പറയാം. Tiny, minute. Okay, yes, even diminutive. Even diminutive. Who've given the word diminutive? Prarthana, diminutive. Diminutive is also something unusually small. Okay. Okay. Let's go with the next one. Very cute. വളരെ ക്യൂട്ട് ആയത്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലായിടും കാണുന്ന സാധനമാണല്ലേ ക്യൂട്ട്നെസ് വാരി വിതറുന്നു എന്നുള്ളത്. Yeah. Yes, adorable is correct. Very adorable. Yes. Pretty എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് pretty. Yeah. യൂഷ്വലി ബ്യൂട്ടി ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ക്യൂട്ട് എന്നും പറയുക. ഇറ്റ്സ് ഓൾ ഇന്റർ റിലേറ്റഡ്. ബട്ട് ഇവിടെ കുറച്ചും കൂടെ നമ്മൾ ആപ്റ്റ് ആയത് കുറച്ചും കൂടെ കൂടുതൽ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇറ്റ് ഇസ് അഡോറബിൾ. ഓക്കെ, അമേസിംഗ് എന്ന് പറയില്ല. അമേസിംഗ് നമ്മൾ എന്തെങ്കിലും വാവ് അടിപൊളിയാണല്ലോ എന്ന് പറയാനൊക്കെയാണ് വാവ് ദിസ് ഇസ് അമേസിംഗ്. ക്യൂട്ട് ആയതിന് അമേസിംഗ് പറയില്ല. അഡോറബിൾ ക്യാൻ ബി ദ റൈറ്റ് വേർഡ്. യെസ്, ഈവൻ ചാമിങ് ക്യാൻ ബി യൂസ്ഡ്. യാ, ഗോർജിയസ് പ്രിറ്റി ഒക്കെ ബ്യൂട്ടിയുടെ ആ ഒരു ഇതിൽ വരും. നോ, മാർവലസ് ഒക്കെ എന്തെങ്കിലും അടിപൊളിയായി ഫെന്റാസ്റ്റിക്, മാർവലസ്, ഫാബുലസ്, ഫ്ലാബഗാസ്റ്റഡ് എന്നൊക്കെ ആ ഒരു ഇതിൽ പറയുന്നതാണ് കേട്ടോ നമ്മള്. ഇവിടെ എനിക്ക് തോന്നുന്നു അഡോറബിൾ തന്നെയാ ഉള്ളൂ. ചാമിങ്, അഡോറബിൾ, ക്യൂട്ട്നെസ് ആയിട്ട് ഐ തിങ്ക് അത് മാത്രമേ വരുള്ളൂ കേട്ടോ. Then next is very funny. ഭയങ്കര തമാശ നമ്മൾ പറയില്ലേ, വെരി ഫണ്ണി. വെരി ഫണ്ണി. Hilarious. Very good. Very good, Gauri. Very good, Swapna. Hilarious. വീണ്ടും ridiculous നമ്മള് ആയ കാര്യത്തിനല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ridiculous എന്ന വേർഡ് യൂസ് ചെയ്യാം ഇപ്പോ ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഇല്ലാത്ത ബേസ്ലെസ് ആയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറെ പൊട്ടത്തരങ്ങളൊക്കെ പറയില്ല. അപ്പൊ നമുക്ക് പറയാം ഓ ദാറ്റ്സ് വെരി റിഡിക്യുലസ്. അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യണം, ദാറ്റ്സ് വെരി റിഡിക്യുലസ്, അങ്ങനെ പറയാം. യെസ്, ഹിലാരിയസ് ഇസ് ദ റൈറ്റ് വേർഡ്. ഈ മനസ്സിലാക്കുന്നത് കേട്ടോ. Okay, okay. Is it fine now? ഇപ്പൊ okay ആണോ? I hope it's clear. Yeah. എന്റെ വോയിസ് ഒരു 30 സെക്കൻഡ്സിലൊക്കെ അധികം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇടയ്ക്ക് ചെറിയൊരു ഗ്ലിച്ച് വരുന്നുണ്ട്. ഞാൻ മാക്സിമം റേഞ്ച് ഉള്ളിടത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഐ എം സോറി ഫോർ ഇറ്റ്. Okay. And we'll go with the final word. Yeah, even amusing can be used. Okay, amusing. Amusing actually just entertainment and the meaning are amusing, but very funny and the meaning amusing no verilla. But it is also acceptable here. Okay, നമ്മൾ amusement park എന്നൊക്കെ പറയാറില്ലേ? So amusing is something that gives us entertainment. Okay. Witty ഒരു very funny യുടെ meaning ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. That is something ഒരാളെ കുറിച്ച് നമ്മളൊരു തമാശ പറയുന്നത് നമുക്ക് വിറ്റിയോ ദാറ്റ് വാസ് എ വിറ്റി റിമാർക്ക് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ വെരി ഫണ്ണീനെ റീപ്ലേസ് ചെയ്യാൻ വിറ്റിക്ക് പറ്റില്ല. ഓക്കെ ഓക്കെ, കമ്മിങ് ടു ദ ഫൈനൽ വേർഡ്, വെരി കോൾഡ്. ഭയങ്കര തണുത്തത്, വെരി കോൾഡ്. ദാറ്റ്സ് എ ഫൈനൽ വേർഡ്, വെരി കോൾഡ്. ഫ്രീസിങ്, വെരി ഗുഡ്. Chilled, very good. Freezing and chilled, good.
Okay, that was a very good ice breaking session. Icy in the vario. Using frozen, other okay, chilled is there a usage icy? Let me check. Yes, it is an icy wind. Yes, an icy wind blew yesterday. Yes, icy is also a right word. Okay, very good, very good. Thank you all so much. Glacier actually നമ്മൾ എന്താ പറയാ തണുത്തുറഞ്ഞ അരുവിക്ക് അല്ലെങ്കിൽ സ്നോഫോൾസിലൊക്കെ അതിനെയാണ് കേട്ടോ ഗ്ലേഷ്യർ എന്ന് പറയുക. അല്ലാണ്ട് വെരി കോൾഡ് എന്നതിന് നമ്മൾ ഗ്ലേഷ്യർ എന്നൊരു ഓൾട്ടർനേറ്റ് ഇല്ല. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ വിത്ത് our ഡെയിലി ടാസ്ക്. ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും മിക്ക ദിവസവും എന്നെ അൺഹാപ്പി ആക്കുന്നത്. ഇവിടെയുള്ള ഈ 47 പേരിൽ ആകെ 2-3 പേര് മാത്രമേ ആക്ടിവിറ്റി ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് ഇത്രയും നേരത്തെ മൂഡ് ഫുള്ള് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. Okay, we are beginning with activity of day 270. Okay, get ready with activity of day 270. That is documentary review in English. All those who've done the activity, please post it here. Okay, എല്ലാവരും day 270 തൊട്ടുള്ള activities ആയിട്ട് ready ആയിക്കോളൂ ട്ടോ. So the first activity we are discussing is of day 270. Okay, Gopika. Okay, is there any other newbies here? Any other first comers, newcomers? Okay, okay. All of you, all of the new people here, എന്താണ് English enrichment program എന്ന് നിങ്ങൾക്ക് അറിയോ? So welcome you all. Firstly, Shahban, Shruti, Anaka, Gopika, Mahindran. Have you, okay, Rabia activity ഇപ്പൊ നോക്കാട്ടോ. Just ഇവരെ ഒന്ന് അഡ്രസ് ചെയ്തിട്ട് ആക്ടിവിറ്റി നോക്കാട്ടോ. ഓക്കെ, ഇനിക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല. ഓക്കെ, ഇത് നിങ്ങളുടെ പ്രിപ്പേഴ്സ് ലേൺ വൈസ് കോഴ്സുകളുടെ പുറമെ നിങ്ങൾക്കൊരു കോംപ്ലിമെന്ററി ആഡ് ഓൺ കോഴ്സ് ആയിട്ട് തരുന്നതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു കോംപ്ലിമെന്ററി കോഴ്സാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ത്രൂ ഡെയിലി ആക്ടിവിറ്റീസ് ലഭിക്കും. ആ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. എല്ലാ ട്യൂസ്ഡേയും 8 to 9 എന്നൊരു ടൈമിലാണ് നമ്മൾക്ക് ഈ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു വീക്ക്ലി വൺസ് ഉള്ള ഓൺലൈൻ സെഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രഷിംഗ് അപ്പ് സെഷൻ മാത്രമാണ്. നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ കൃത്യമായി ചെയ്ത് നിങ്ങളുടെ മെന്റേഴ്സിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു വീക്ക്ലി സെഷൻ. ഓക്കെ, സോ ന്യൂ കമേഴ്സ് എല്ലാവരും നാളെ തൊട്ട് നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ ശ്രമിക്കുക. പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ടു ഓൾ ദി ന്യൂ കമേഴ്സ് ഹിയർ. Okay, Amina has posted the activity. Also, Rabia has posted it. I want everyone to have a look at Rabia's activity. We'll begin with Rabia's activity. Okay, it is a documentary about Himalayas. In this typical documentary, the author describes the great Himalayan mountain and its geographical characters. Characters in a spelling shradikine, spelling and plant diversity. It also presents, okay, it also presents the history of formation of Himalayas, of forming the Himalayas, history of formation of Himalayas. He describes Himalayas as the land of the goat. He tells us in detail how it divides the Tibetan plateau from the great Indian subcontinent. In this documentary, the narrator presents it in simple language that is very convenient to understand. He presented it very deeply to know all about the geological content. How Panchya, which means all lands, formed a single landmass on Earth. He also tells us that Himalayas are home to various medicinal herbs which cannot be seen in other areas. Or a missing in there.
So many peoples എന്നതിന്റെ ആവശ്യം ഇല്ല. Person എന്നതിന്റെ plural ആണ് people എന്ന word തന്നെ ബഹുവചനാണ്. പിന്നെയും അതിന്റെ കൂടെ s ചേർക്കേണ്ട ആവശ്യം ഇല്ല. So many people use the medicinal plants as healing അല്ല, for healing. Okay, for healing. He also tells us about the income of Himalayan people. Okay, these medicinal plants are their main source of income. He concludes telling that the Himalayas making the people very proud. Conclude telling that Himalayas are making the people very proud. This documentary goes through the details of current structure, population, and livelihood. Okay, that's a very good try and a very good analysis of a documentary, Rabia. ചെറിയ mistakes മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് rectify ചെയ്താൽ മതി. Okay, or else it's good. Okay, now I want everyone to have a look at Amina's activity. Okay, Shivra. Okay. Actually, എനിക്ക് വേണ്ടത് ഇങ്ങനെയായിരുന്നു. നമുക്കൊരു റിവ്യൂ എന്നതിനേക്കാൾ ഡോക്യുമെന്റ് എങ്ങനെ ഏത് രീതിയിലാണ് ഏത് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. കൃത്യമായി ഇവിടെ അമീന presentation style കൊടുത്തിട്ടുണ്ട്. Donut employs an intimate, it's not clear, intimate of respectful presentation style. Intimate എന്നാണോ word കൊടുത്തിരിക്കുന്നത്? What is that word? Intonate എന്നാണോ കൊടുത്തിരിക്കുന്നത്? I think it's intonate. Okay. I think order മാറിപ്പോയി തോന്നുന്നു അല്ലേ അയച്ചപ്പോ. Okay, എല്ലാവരും അപ്പൊ അമീന അയച്ചിരിക്കുന്ന third page എടുക്കുക. അതാണ് first page actually. That is name of the documentary Against the Current by 17th year old Donat Moniz Riom. It explores the lives and cultural heritage of an indigenous tribe. Okay. Donat lives on Omaha Reservation of Nebraska in North America. In this documentary, she interviewed the Native American youth and elders against the backdrop of a ceremonial powwow. Okay, പിന്നെ content എന്താണ് എന്നൊരു ചെറിയ description കൊടുത്തിട്ടുണ്ട്. Good. Coming to the second page, new terms learned. That's a very good activity. നിങ്ങൾ എന്ത് അനാലിസിസ് ആവട്ടെ, ഇപ്പൊ സ്റ്റോറി ആവട്ടെ, നോവൽ ആവട്ടെ, ഓർ ഇത്തരത്തിൽ ഇങ്ങനെ ഡോക്യുമെന്ററി റിവ്യൂസ് ആവട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ്മെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ സം ന്യൂ terms learned with respect to that indigenous tribes, breast girl, feathering ceremony, powwow, ഇതൊക്കെ ആ ഒരു ട്രൈബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാക്കുകളാണ് കേട്ടോ. Okay, then she also presented the written the presentation style, language used. The language used is evocative and informative, conveying the tribe's cultural nuances and the complexities of their new experiences, new vocabulary. Okay, feke, regalia, fortnight, ranch. Okay, very good, very good. Amina, you worked very well on this. Perfect one. Okay. So ഇതുവരെ ആക്ടിവിറ്റീസ് ചെയ്യാത്തവരും പുതിയ വന്ന ആൾക്കാരും ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്ത് ഇടുന്നവരുടെ ആക്ടിവിറ്റീസ് കണ്ടു ഒരു മോഡൽ മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണം എന്നില്ല. റാബിയുടേതായ സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തു, അമീനയുടേതായ സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തു. ബോത്ത് ആർ ആക്സെപ്റ്റഡ് ഹിയർ. കുറച്ചും കൂടെ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് അമീന ചെയ്ത സ്റ്റൈലാണ്. സോ നിങ്ങൾക്ക് തന്നെ ഓരോ ഭാഗങ്ങൾ കട്ട് ഓഫ് ചെയ്ത് പഠിക്കാൻ പറ്റും. presentation style, vocabulary, ഓരോ ഭാഗമായിട്ട്. Okay, when Rabia has done a good review. Okay. Okay, let's move to next activity. That is cross-cultural negotiation simulation. That is activity of day 271. Okay, നിങ്ങളുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? ഒരു ബിസിനസ് ഡീൽ, മറ്റൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളുമായി ഒരു റോൾ പ്ലേ, ഒരു നെഗോഷിയേറ്റിംഗ് റോൾ പ്ലേ ഫോർ എ ബിസിനസ് ഡീൽ എന്നതായിരുന്നു ആക്ടിവിറ്റി. If anyone has done the activity, please do upload it here. .
activity ചെയ്തിട്ടുണ്ടെങ്കിൽ please do upload it here. Okay, again Amina has done the activity. What happened, Swapna? In week activities ചെയ്യാൻ പറ്റിയില്ലേ Swapna? What happened? What about Ragendu? Where is our Sangeeta? Sangeeta is not here, I think. What about Swadish? Swadish last week ഉണ്ടായിരുന്നില്ല തോന്നുന്നു. Okay, Swapna has done it. We'll first have a look at Amina's and then go to Swapna's. Amina, the first page. Okay. I want everyone to have a look at Amina's activity. Amina, the first page on the Noki day 271 negotiating across cultures and the heading first page. I want everyone to have a look at it. South Korea and India negotiating Korean fashion products. Very good topic. In the very relevant because YouTube reels നോക്കുമ്പോൾ എപ്പോഴും കാണാം ആൾക്കാർ Korean products use ചെയ്യുന്നതും glass skin products എന്നൊക്കെ പറഞ്ഞിട്ട്. Okay. So the topic is interesting. So there are two participants. One is a South Korean rep, that is Mr. Kim, Director of International Sales for a South Korean fashion brand. And here is Miss Sharma, Mr. Sharma, who is an Indian rep. Okay. So the objective of the role play or the conversation is negotiating terms for the distribution of South Korean fashion products in India, focusing on pricing, shipment, timelines, and marketing support while considering the cultural nuances and communicating style. Okay, and the scene is a conference room in Seoul. Okay, good. Then I want everyone to have a look at the next page. That is next page in the Mr. Kim, good morning in the start in the next page. So Kim starts the conversation by greeting, that is, good morning, Mr. Sharma. It's a pleasure to meet you. We are excited about the opportunity to bring our latest fashion collections to the Indian market. How are you today? Ms. Sharma replies it with, good morning, Mr. Kim. I'm very well, thank you. We are great to be here. South Korean fashion is gaining popularity in India, and we are eager to discuss this partnership. Thank you for your great words. To start, we would like to discuss the pricing structure. Considering the incompetitive pricing in the Indian market, we propose a 10% discount on bulk orders. And Mr. Sharma replies it by, we appreciate your offer, Mr. Kim. However, Indian consumers are price sensitive, especially when it comes to I'm searching for the next page, just a minute. Yeah, Amina അയച്ചിരിക്കുന്നത് last page ആണ് കേട്ടോ നമ്മൾ ഇനി വായിച്ചത്. Is price sensitive when it comes to fashion. So we would need at least 15% discount to attract a substantial customer base. Mr. Kim replies it by telling, I understand the importance of competitive pricing. How about we agree on a 12% discount with a commitment to a joint marketing campaign? This will include digital ads and collaborations with Indian influencers. Mr. Sharma, that sounds like a reasonable compromise. Mr. Kim, could you provide details on marketing initiatives? Ensure they are ready 2 months before the product launch. And Mr. Kim replies it, absolutely. We propose a mix of digital and traditional marketing efforts. Our team will work closely with yours to meet the timeline. Wow. Very good, Amina. Original business negotiation in that the words, the framing, respectfully കാര്യങ്ങൾ communicate ചെയ്തിരിക്കുന്നതും അതേപോലെ negotiation strategy use ചെയ്തിരിക്കുന്നതും because 10 പറഞ്ഞു 15 പറഞ്ഞു അതൊരു 12% അവിടെ compromise ചെയ്തു. Very good. Deserves a big appreciation. Okay. Very well written. Yes, Nandita, അവരിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ചാറ്റ് ബോക്സിൽ കാണുന്നില്ലേ Nandita? Isn't it visible to you? Next is Swapna's.
The situation here is business deal between a Kerala startup CEO Karthik Nair and UK-based business firm manager Arthur Smith. ഓക്കെ, പിന്നെ ഇവിടെ രണ്ടുപേരുടെ കാര്യത്തിലും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പേരുകളിൽ വരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ US കൾച്ചറിലുള്ള പേരും ഇന്ത്യൻ കൾച്ചറിലുള്ള പേരും സ്വപ്ന കൊടുത്തിട്ടുണ്ട്. അതേപോലെ കമ്മിങ് ടു അമീനാസ്, അവിടെ ആ ഒരു പേര് വരെയും നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് noticeable. Okay, very good. So Karthik Nair begins by telling, welcome to Kerala, Mr. Arthur. It's a pleasure to have you here during our Onam festive season. How was your journey? Thank you, Mr. Nair. The journey was pleasant and it's wonderful to experience the festive atmosphere here. I appreciate the warm welcome. I had the pleasure of watching your staff creating the big flower carpet in your foyer. That was a feast for my eyes. Okay. Okay. സ്വപ്നം പോസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് പാർട്ടിലേക്ക് വരും കേട്ടോ. അവിടെയാണ് നമുക്ക് നെഗോസിയേഷൻ കാണാൻ കഴിയാം. Smith has begun by telling that, let's make sure our agreement reflects this shared commitment. And Karthik, excellent. I'm confident this partnership will be beneficial for both of us. Indeed, thank you for your hospitality, Mr. Nair. I would like to reciprocate this warm gesture by inviting you to my country during our Christmas season. It would be a pleasure to host you and share our culture. Very good, Swapna. It's a good attempt. But എന്താണ് ഇവിടെ ഒരു നെഗോസിയേഷൻ കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞു പോയി. ബട്ട് സ്റ്റിൽ എന്താണ് ഒരു ഡിഫറെന്റ് കൾച്ചറിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റാലിറ്റി കാണിച്ച ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് ഇസ് നോട്ടീസബിൾ. ബട്ട് എന്താണ് കമ്മിങ് ടു ഒരു ബിസിനസ് നെഗോഷിയേറ്റിംഗ് ആക്സെപ്റ്റ് കണ്ടന്റ് കുറച്ചും കൂടെ ആവായിരുന്നു എന്ന് തോന്നി. ബട്ട് എനിവേ വാട്ട് യു ഡൺ ഇസ് ഗുഡ്. ഓക്കെ, ജസ്റ്റ് കുറച്ചൊരു മിസ്സിംഗ് തോന്നിയേ ഉള്ളൂ. ഒന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. അത് വെരി ഗുഡ് അമീന. ദാറ്റ് ഹാർഡ് വർക്ക് ഇസ് വിസിബിൾ ഇൻ യുവർ വർക്ക്. ഓക്കെ, ആ 2 ദിവസം വർക്ക് ചെയ്തത് വളരെയധികം വിസിബിൾ ആണ്. എനിക്ക് ഒന്നും നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പേരിനൊരു എന്താണ് ഒരു ക്രിറ്റിസിസം പറയാൻ പോലും ഐ കനോട്ട് ഫൈൻഡ്. ഓക്കെ, ആ ഒരു കൾച്ചറൽ നെഗോസിയേഷനെ കുറിച്ച് വായിച്ചതും വർക്ക് ചെയ്തതും ഇസ് വെരി എവിഡന്റ് ദാറ്റ് റൈറ്റിംഗ്. ആൻഡ് കൾച്ചറൽ നെഗോസിയേഷൻ മാത്രമല്ല, ഒരു ബിസിനസ് നെഗോസിയേഷൻ ആസ്പെക്ട് എന്ന് നോക്കുമ്പോഴും ദാറ്റ് ഇസ് പെർഫെക്റ്റ്. ഓക്കെ ഫൈൻ സ്വപ്ന. ഓക്കെ അതുകൊണ്ടാണല്ലേ ഒരു മിസ്സിംഗ് തോന്നിയത്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല കേട്ടോ. യു ഹവ് ഡൺ ഇറ്റ് റൈറ്റ്. ദാറ്റ്സ് എനഫ്. ഓക്കെ, ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. Okay, let's go to our next activity, that is comedy night highlights. And ഇനി തൊട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റോൾ പ്ലേയിങ് ആക്ടിവിറ്റി ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വീഡിയോ എടുത്ത് നോക്കുക. സോ ദാറ്റ് ക്യാൻ ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽ. ഓക്കെ, this is the activity of day 272. If you've done, please post it in the chat box. Activity of day 272. That was okay, ഒരു സ്റ്റാൻഡപ്പ് കോമഡി സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനായിരുന്നു. Is there anyone who've done that? ഓക്കെ, നിങ്ങൾ എഴുതി അതായിട്ട് ഭയങ്കര യൂസ് ആയി. ഈ പയ്യെ നിങ്ങൾ ഓഡിയോസും വീഡിയോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും റൈറ്റിംഗ് സ്കിൽസ് ഓൾമോസ്റ്റ് അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബെറ്റർ ആക്കേണ്ട എന്താണ് പ്രസന്റേഷൻ സ്കിൽസ്. നമ്മൾ എഴുതി വെക്കുന്നതെല്ലാം എങ്ങനെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാം, നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ആണ്. എന്ത് പറ്റി, തമാശയായോണ്ടാണോ, സീരിയസ് കോൺസെപ്റ്റുകൾ മാത്രമാണോ താല്പര്യം? വീഡിയോ ഇവിടെ പറ്റുമോ അപ്ലോഡ് ചെയ്യാൻ? ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. യെസ്, ഞാൻ നോക്കുമ്പോ വീഡിയോസ് ഇടാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ചെറിയ നിങ്ങൾ വലിയ നിങ്ങൾ ചെയ്യുന്ന ഫുൾ ആക്ടിവിറ്റി വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം എന്നില്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ ഇത് ചെയ്യാനുള്ളതിൽ ബിറ്റ്വീൻ ഒരു 30 seconds to 1 minute അല്ലെങ്കിൽ ഒരു 40-45 seconds ഉള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഫോണിൽ നിന്ന് പറ്റുമോ എന്നുള്ളത് ഇസ് എ ക്വസ്റ്റ്യൻ. ഞാൻ നോക്കിയിട്ട് പറയാം, കാരണം ഞാൻ ഇപ്പൊ ലാപ്പാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് നോക്കിയിട്ട് പറയാം കേട്ടോ സ്വപ്ന. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം.
കോമൺ. നമുക്ക് ഇപ്പൊ തമാശ ഒരു നർമ്മം അല്ലെങ്കിൽ ഹ്യൂമർ എന്താണ്, നമ്മള് കോൺഷ്യസ്ലി തമാശ ഉണ്ടാക്കണം, അല്ലാണ്ട് അറിയാണ്ട് തമാശകൾ വരില്ല. സോ ഇത്തരത്തിൽ കോൺഷ്യസ്ലി തമാശകൾ ഉണ്ടാക്കാൻ, ഒരു മിനിറ്റ്, മൈ വോയിസ് ബ്രേക്കിംഗ്. ഓക്കെ, ഫോണിൽ നിന്ന് പറ്റും എന്നതാ ഇവിടെ റിച്ചു സജു പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വപ്ന. ഓക്കെ, സോ നമ്മളിങ്ങനെ തമാശകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സർപ്രൈസ് ആൻഡ് ഇൻകോൺഗ്രുവിറ്റി. ഇൻകോൺഗ്രുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ തീരെ മാച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അലുവയും മത്തിക്കറിയും പോലെ ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ, അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? തീരെ യോജിപ്പില്ല. ഇപ്പൊ നമ്മൾ കുറെ ടോം ആൻഡ് ജെറി കണ്ട് ചിരിക്കാറില്ലേ, അതിലുള്ള സംഭവങ്ങൾ എന്താണ്? നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണോ? അല്ലല്ലോ. ഓരോ മെഷീന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് ജെറി പോകുന്നു, ടോം പുറകെ ഓടുന്നു. കുറെയൊക്കെ എന്താ, നമുക്ക് ഭയങ്കര സർപ്രൈസിങ് അല്ലേ, റിയൽ ലൈഫിൽ നടക്കാൻ സാധ്യത ഇല്ലാത്ത, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ചിരിച്ചു പോകുന്നത്. സോ അതാണ് സർപ്രൈസ് ആൻഡ് ഇൻകോൺഗ്രുവൻറ്റി. നമ്മൾ വിചാരിക്കാത്ത സംഗതികൾ, അതിപ്പോ ചില ഇപ്പോ ചില വീഡിയോസിലൊക്കെ ലാസ്റ്റ് ട്വിസ്റ്റ് വെക്കില്ലേ അവര്, ആ ട്വിസ്റ്റിൽ നമ്മൾ ഒരുപാട് ചിരിച്ചു പോകില്ലേ? എന്തുകൊണ്ടാണ്? ഒരു സർപ്രൈസ് കമ്പോണന്റ് ഉള്ളതുകൊണ്ട് അല്ലെ? സോ ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ പറ്റിയ ഒരു എലമെന്റ് എന്താണ്? സർപ്രൈസ് ആൻഡ് ഇൻകോൺഗ്രുവിറ്റി. ഇൻകോൺഗ്രുവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നടക്കാൻ സാധ്യത ഇല്ലാത്ത സാധനങ്ങൾ പറഞ്ഞിട്ട്, ഈ അലുവയും മത്തിക്കറിയും അത്തരത്തിലുള്ള സംഗതികളൊക്കെ പറഞ്ഞ് ഇൻകോൺഗ്രുവൻസ്, ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തമാശ ഉണ്ടാക്കാം. Okay, that is one technique, that is surprise and incongruity. Next is self-depreciating humor. Just a minute. Self-deprecating ആണ് കേട്ടോ, depreciation അല്ല, പോയതാണ്. Appreciation, depreciation അങ്ങനെ വായിച്ചു പോയതാണ് ഞാൻ, സോറി. It is self-deprecating humor. Self-deprecating humor എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ റൈറ്ററിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ താഴ്ത്തിക്കൊണ്ട് പറയുക. ഇപ്പോ പൊക്കയില്ലായ്മയാണ് എന്റെ പൊക്കം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടില്ല. എന്താണ്? സ്വന്തം കുറവുകളെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ സ്വന്തം മണ്ടത്തരങ്ങളെ കുറിച്ച് പറയുക. മറ്റുള്ളവരെ കളിയാക്കാതെ ആ ഹ്യൂമറിന്റെ ഒബ്ജക്റ്റിനെ സെൽഫ് ആക്കുക. ആരാണോ പറയുന്നത്, ആരാണോ എഴുതുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡീസില് ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തും അല്ലെങ്കിൽ ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ സ്വന്തം ആൾക്കാർ സ്വന്തം എക്സ്പീരിയൻസുകളെ അവരെ തന്നെ അതിന്റെ ഒബ്ജക്റ്റ് ആക്കി പറയുന്നത് കാണാം. ഓക്കെ, ദാറ്റ് ഇസ് സെൽഫ് ഡിപ്രിക്കേറ്റിംഗ് ഹ്യൂമർ. ഓക്കെ, ഇങ്ങനെയൊക്കെ കാണാം. എന്താ, വൺ ഡേ ഐ woke up and it was all dark. I couldn't even see myself in the mirror because I was even more dark എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊക്കെ എന്താണ്? സെൽഫ് ഡിപ്രിക്കേറ്റിംഗ് ആണ്, സ്വന്തത്തെ താഴ്ത്തിയിട്ട്. ഓക്കെ, ഇവിടെ എന്തോ ഒരു ജോക്ക് ഇട്ടിട്ടുണ്ടല്ലോ. I don't always have time to fold. I don't always have time to fold laundry, but when I do, കിട്ടുന്ന ഫ്രീ സമയത്ത് അത് ചെയ്യാൻ പോവില്ല അല്ലെ സ്വപ്ന? ഓക്കെ, ആർക്കെങ്കിലും ഇതേപോലെ ചെറിയൊരു 1 ലൈൻ 2 ലൈൻ തമാശകൾ ഉണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സിറ്റുവേഷണൽ ഹ്യൂമർ. സിറ്റുവേഷണൽ ഹ്യൂമർ ഒന്നില്ലെങ്കിൽ ഓരോരുത്തരുടെ കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസിനെ ഹ്യൂമറസ് രീതിയിൽ പ്രസന്റ് ചെയ്യുക. എല്ലാ സിറ്റുവേഷനിലും നർമ്മം കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു പോയ നമ്മുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിലെന്താണ് നമ്മൾ നർമ്മം ചേർത്ത് പറയുക. അതിൽ ശരിക്കും അത്ര ഹ്യൂമർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മൾ കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പറയുക. അതും സിറ്റുവേഷണൽ ഹ്യൂമർ ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, സന്ദർഭോചിതമായി നർമ്മങ്ങൾ ഉപയോഗിക്കില്ലേ, അതും സിറ്റുവേഷണൽ ഹ്യൂമർ ആണ്. ഓക്കെ, അത് കുറച്ചും കൂടെ എന്താണ്, ആ ഒരു വളരെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവർക്കും കുറച്ചധികം ക്രിയേറ്റീവ് കപ്പാസിറ്റി ഉള്ളവർക്കൊക്കെ മാത്രമാണ് ആ ഒരു സിറ്റുവേഷണൽ ഹ്യൂമർ കൊണ്ടുവരാൻ സാധിക്കുക. നെക്സ്റ്റ് ഇസ് അയോണിയസ് ഹ്യൂമർ. അയോണിയസ് ഹ്യൂമർ നമ്മുടെ സാധാ തമാശ പറയാനല്ല, നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയ, ആരെങ്കിലും വേദനിപ്പിക്കാതെ കുറ്റം പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു സീരിയസ് ഇഷ്യൂസിൽ
എന്താണ് ഒരു സീരിയസ് ഇഷ്യൂ നെ കുറിച്ച് പറയാൻ, അത് അത്ര ഹേർട്ടിങ് അല്ലാതെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയോണി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു ബിസിനസ് പ്രപ്പോസൽ കൊണ്ടുവന്നു. അപ്പൊ എന്താണ്, അത് വളരെ മോശമായിരുന്നു. അപ്പൊ വൗ, ദിസ് ഇസ് അമേസിങ് ദാറ്റ് നോ വൺ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. അടിപൊളിയായിട്ട് ഇത് ആരും ശ്രദ്ധിക്കില്ല. എന്താണ് അപ്പൊ ആക്ച്വലി ദിസ് ഇസ് അമേസിങ് എന്ന് പറഞ്ഞത് അവിടെ അയോണി ആണ്. അയോണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ഓഫ് വാട്ട് യു വാണ്ട് ടു കൺവേ. യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ ഭയങ്കര ഓവർ മേക്കപ്പ് ആയിട്ട് വന്നു, ഓവർ മേക്കപ്പ് ഇട്ട് വന്നു. സോ ആക്ച്വലി യു വാണ്ട് ടു ടെൽ യു ലുക്ക് അഗ്ലി. പക്ഷെ പറയാണ്, ഓ വിത്ത് ഓൾ ദിസ് പെയിന്റ് വർക്ക് ഓൺ ബ്യൂട്ടിഫുൾ. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു വേ ഓഫ് മോക്കിംഗിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, യു ലുക്ക് അഗ്ലി അല്ലെങ്കിൽ യു ഡോണ്ട് ലുക്ക് ഗുഡ് എന്ന്. ഓക്കെ, സോ അയോണി നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക. നെക്സ്റ്റ് ഇസ് ഓവർ സ്റ്റേറ്റ്മെന്റ് ഓർ ഹൈപ്പർബോൾ. നമ്മൾ കാര്യങ്ങളിൽ മസാല ചേർത്ത് പറയുക എന്ന് പറയാറില്ലേ? ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ളവരുണ്ടോ ഇവിടെ? യു ആർ എ ഗുഡ് പേഴ്സൺ ഇഫ് നോ വൺ ഇസ് ദേർ. അത് തമാശയാണ്, അതേസമയം നമ്മളൊക്കെ ഒന്ന് എല്ലാരും കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മണി മേക്സ് പീപ്പിൾ ഫൊർഗെറ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്. യെസ്, ഒരാള് സ്വന്തം എന്താണ് സപ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ലിം സപ്പോർട്ടർ അവിടെ വെച്ച് മറന്നു പോയേക്കാണ്. ഓക്കെ, I got the gift of gab. Exactly, yes. അപ്പൊ ധ്യാനിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ എന്താണ്, ആക്ച്വലി ഓവർ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്ത് അതിനെ വളരെ അടിപൊളിയായി പറയും. സോ ദാറ്റ് ഇസ് ഓവർ സ്റ്റേറ്റ്മെന്റ്, ഉള്ളതിനെ ഒന്നും കൂടെ പെരുപ്പിച്ച് പറയുക, ഒരു എക്സാജറേഷൻ സ്റ്റൈൽ കേട്ടോ. ഫൈനലി ഹ്യൂമറസ് സെറ്റയർ. സെറ്റയർ ആക്ഷേപ ഹാസ്യം. അത് കൂടുതലും പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വളരെ സീരിയസ് ആയി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹ്യൂമറസ് സെറ്റയർ. നമ്മൾ ലാസ്റ്റ് വീക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് ഹി ടോക്സ് ഗുഡ് ഫിലോസഫി. എക്സാക്ട്ലി, ആള് പറയുന്ന കാര്യങ്ങളിലെല്ലാം തോന്നിയത് വിളിച്ച് പറയില്ലല്ലോ. പേഴ്സൺ ഇവൻ എനിക്ക് എനിക്ക് ഇൻ പേഴ്സണൽ അറിയുന്ന ആളൊന്നല്ല കേട്ടോ, ഇന്റർവ്യൂസ് കണ്ടിട്ട് തന്നെ ഞാനും പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഇവിടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു തമാശ പ്രസന്റ് ചെയ്യാനുണ്ടോ? അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയ എന്തെങ്കിലും തമാശയാവും, നിങ്ങൾ മറ്റെവിടെയെങ്കിലും കേട്ടതോ കണ്ടതോ ആവാം. ഇസ് എനിവൺ റെഡി ടു പ്രസന്റ് എ സ്മോൾ പീസ് ഓഫ് ഹ്യൂമർ? ഒരു 1 മിനിറ്റിൽ താഴെ, ഒരു 1 മിനിറ്റിൽ പ്രസന്റ് ചെയ്യാൻ എന്തോ ആവാം. നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നടന്ന എന്തെങ്കിലും തമാശകളാവാം, പറഞ്ഞു കേട്ടതാവാം, കണ്ടതാവാം. എനിവൺ? ഇവിടെ ഈ 37 പേരുടെ ജീവിതത്തിൽ രസകരമായി ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഓക്കെ, ദാറ്റ്സ് സാഡ്. ഇവിടെയുള്ള 37 പേരും വളരെ സീരിയസ് ലൈഫാണ് ലീഡ് ചെയ്യുന്നത് എന്നറിഞ്ഞതിൽ ഐ എം സാഡ്. ഒരാൾ പോലും ഇല്ലേ ഒരു തമാശ പറയാൻ ഇവിടെ? അലീന, റെജി, ഷഹനാസ്, സ്നേഹ, റിച്ചു, വിഷ്ണു, വിശാഖ്, ഹൈദരലി, ഫാത്തിമത്തുൽ ആദിഷ, ഫർസാന, ആഷിഖ്, ആരതി. ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോ പെട്ടെന്ന് ഇല്ല, ഇംഗ്ലീഷിൽ പറയണമെന്നില്ല, നോട്ട് നെസസറി. ഇനി അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താണ് ഒരു അളവ് തന്നിരിക്കുന്നു, ഒരു ചെറിയ കൺസെഷൻ തന്നിരിക്കുന്നു. ഇഫ് പോസിബിൾ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ, ഇഫ് നോട്ട് പോസിബിൾ ഓക്കെ. ഇനി ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, മോട്ടിവേഷൻ കോട്ട കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ഗ്ലോബൽ. When my baby finally sleeps, I think I'll get some rest too. But then I binge watch series all night instead. Okay. ഇതന്നെയാ നേരത്തെ സ്വപ്നം പറഞ്ഞതിന്റെ ഒരു വകഭേദമാണിത്. തുണി മടക്കാൻ സമയം കിട്ടാറില്ല, ബട്ട് സമയം കിട്ടുമ്പോ അത് ചെയ്യാറില്ല. സെയിം തിങ് അല്ലേ? അതിന്റെ ഒരു വേറെ വേർഷൻ അല്ലേ അമീന? റിയൽ ലൈഫ് ഐ എം നോട്ട് എ കോമിക് പേഴ്സൺ മാം. ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ഞാൻ ചുമ്മാ വെറുതെ എറിഞ്ഞു നോക്കിയത്, ആരെങ്കിലൊക്കെ പറയാൻ വരികയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഗ്രീറ്റ്. That is activity of day 273. Did anyone do it?
relevant ആയി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഇഷ്യൂ, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ എക്കണോമിക്സ്, പോവർട്ടി, ഇന്റർനാഷണൽ പോളിസി, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ടോപ്പിക് ഇവിടെ ഡിബേറ്റ് സെഷൻ വെക്കാനായിരുന്നു. അതിന്റെ പ്രോസും കോൺസും നിങ്ങൾ തന്നെ എഴുതാനായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി. സോ ഇഫ് യു ഡൺ, പ്ലീസ് പോസ്റ്റ് ഇറ്റ് അപ്പ് ഹിയർ. ഓക്കെ, സ്വപ്ന അത് വേർഡ് ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് കോപ്പി പേസ്റ്റ് മൊത്തം വരാത്തത്. സോ മെസ്സേജിനെ എന്താ പറയാ, പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്യാതെ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഫുൾ ആയിട്ട് കിട്ടും. Okay. So we'll begin with Amina. I want everyone to have look at Amina's activity. First page എടുക്കുക. ഇവിടെ topic chosen is globalization benefits outweigh drawbacks. Okay. So arguments are economic growth and development. Globalization എങ്ങനെയാണ് economic growthനെയും developmentനും കാരണമാവുന്നതാണ് first argument. That is, globalization significantly contributes to economic growth by creating more opportunities for trade, attracting investments, and advancing technology. This leads to better productivity, more jobs, and less poverty around the world. Okay, good. Next is cultural exchange and understanding. Okay, globalization encourages different culture to share ideas, traditions, and innovation. Exactly. ഈ ഗ്ലോബലൈസേഷൻ കാരണമാണ് നമ്മൾ ഇന്ത്യൻസ് ഇന്ന് പിസ്സ കഴിക്കുന്നതും നമ്മൾ ഇന്ന് എന്താണ് ഡിഫറെന്റ് രാജ്യത്തുള്ള പ്രൈസേഷൻ എന്നുള്ള ഒരു സംഗതി വന്നുകൊണ്ടല്ലേ. Then next one is coming to counter arguments. അതിന്റെ ഇടയിൽ ഒരു പേജ് എന്താണ് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ഫൈൻ. Coming to counter arguments, economic inequality. Yes, critics argue globalization widens economic disparities between rich and poor countries. Okay, the rich becoming richer and the poor becoming poorer. Okay, wealth concentrates in developed nations and multinational corporations. Learning, developing. Okay, next is cultural homogenization. That is, opponents contend that globalization leads to cultural homogenization. Okay, അതായത് നമ്മുടെ കൾച്ചറൽ ഡിസ്പാരിറ്റീസിനെ, നമ്മളുടെ യുണീക് കൾച്ചറിനെ അത് ഇല്ലാതെയാക്കും എന്നല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൾച്ചറൽ ഹോമോജനൈസേഷൻ കൊണ്ട്. Western ideas and consumerism become dominant in the global markets, which can threaten local cultures and languages. This may weaken traditional identities and community cohesion. Very good, very good. The arguments are structured in a very good way. Okay, your cultural homogenization ഭാഗമായിട്ടാണ് വേണമെങ്കിൽ നമ്മൾ എല്ലാവരും ലോകത്തെമ്പാടും ഉള്ള എല്ലാ ജനങ്ങളും ഈ ഒരു ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പഠിക്കുന്നതും യൂസ് ചെയ്യുന്നതും ഒരു കൾച്ചറൽ ഹോമോജനൈസേഷന്റെ ഭാഗമാണോ? Please comment. Is it? Very good, Amina. So I'm confused whether it's right or not. Yes, the arguments you've given here have a very good base. Okay. Coming to Swapna's debate, the topic is Greenpeace movement, environment advocacy or controversy. Okay, it is about a movement. Okay, she's given an introduction here. That is about what is Greenpeace movement and already introduction ഇവിടെ കൊടുത്തിട്ടുണ്ട്. So ഇനി fourth topic ആയിട്ട് പറഞ്ഞിരിക്കുന്നത് advocacy for preservation of oceans, ancient forests and endangered species, international operating network on promoting renewable energy, propaganda against carbon emissions, and came out successful in taking legal action against giant companies and factories, campaigning against plastic and toxic waste, and to look forward for a cleaner environment in future. Okay. Is complete for the okay. Then coming to the next part, environmental controversy against the movement or that is, their campaigns often led to legal actions for damaging property, trespassing, and disrupting commercial activities. Their propaganda against local industries, fishing, logging in forest, agrarian activities often resulted in criticism as it affected the local economy. Campaign against genetically modified crops faced wrath from scientists worldwide. Okay, very good. In conclusion,
The Greenpeace movement has an undeniable role in creating awareness towards a clean, green environment. Their campaigns resulted in laudable victories against global warming, deforestation, and pollution. On the other hand, their methods have sparked controversies and landed them in legal battles and issues. But Greenpeace movement will always act as a strong tool in a fight to a cleaner and sustainable future. Okay, okay, very good. Okay, it is well presented. Okay, ഇവിടെ ഒരുപാട് ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അമീനയുടെ ആർഗ്യുമെന്റ്സിന്റെ നമ്പർ കുറവായിരുന്നു, ബട്ട് ആർഗ്യുമെന്റ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്മിങ് ടു സ്വപ്നാസ്, ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട്, ബട്ട് ആർഗ്യുമെന്റ്സിന്റെ എക്സ്പ്ലനേഷൻ കുറവാണ്. ബട്ട് രണ്ടും നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡെയിലി ആക്ടിവിറ്റി ബേസിൽ ഇങ്ങനെ രണ്ടും ചെയ്യുന്നത് ഓക്കെ ആണ്. പക്ഷെ നമ്മളൊരു റിയൽ ലൈഫ് ഡിബേറ്റ്, ഒരു കോമ്പറ്റീഷൻ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ അത്യാവശ്യത്തിലധികം പോയിന്റ്സ് ഉണ്ടാവുകയും വേണം. അതിൽ കുറച്ച് പോയിന്റ്സിന്റെ ഡീറ്റെയിൽഡ് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ both of these techniques are accepted. Okay, thank you Amina and thank you Swapna for posting this. Next is exploration of non-fiction literature. Okay, what about this activity? If anyone has done this, please do post it here. This is activity of day 274, I guess. Yes, activity of do. Okay, ഞാൻ ഇനി ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്തതിന്റെ കോട്ട കഴിഞ്ഞു അല്ലേ? ഓക്കെ, anyone else? Anyone else who've done the activity? Okay, non-fiction literature എന്താണ്? റിയൽ ലൈഫുമായി ബന്ധമില്ലാത്ത കഥകളില്ല, അതാണ് നോൺ ഫിക്ഷൻ. സോ അതിൽ കോംപ്ലക്സ് ഐഡിയാസ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലുള്ള വൊക്കാബുലറി ആണ് എന്നൊക്കെയായിരുന്നു നോക്കാനായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി. സോ ഇന്നിപ്പോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പറ്റുന്നവർ ചെയ്യുക, അത് മനസ്സിലാക്കുക. ഓക്കെ, going to next slide. That is persuasive speeches workshop. That is activity of day 275. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആൻഡ് ഇതിന്റെ ഒക്കെ നമ്മള് ഡിബേറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, സ്പീച്ച് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള നമ്മുടെ ബേസിക് ക്ലാസ്സസിൽ നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു സ്പീച്ച് ആക്ടിവിറ്റി നിങ്ങൾ അധികം ആൾക്കാരും ഇവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരു ചെറിയ സ്പീച്ച്, ഒരു 1 minute സ്പീച്ച് എഴുതി നിങ്ങൾ തന്നെ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് വിലയിരുത്തുക കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും റൈറ്റിംഗ് സ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് അപ് ടു ദ ലെവൽ ആണ്. ഓക്കെ, ബട്ട് ഐ വോണ്ട് ടു നോ അബൌട്ട് യുവർ പ്രസന്റേഷൻ സ്കിൽസ്. ഇവിടെ വളരെ കുറച്ച് പേര് മാത്രമല്ലേ ഇടയ്ക്ക് സ്പീക്ക് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സിൽ വരുന്ന ഒരു 40 to 50 എന്ന പോപ്പുലേഷനെ ഡെയിലി സ്പീക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾക്ക് അക്കോർഡിംഗ് ടു ടൈം അത്ര ഫീസിബിൾ ആയ കാര്യമല്ല. ഓക്കെ, സോ ഇവിടെ എന്തായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി? നിങ്ങളുടെ സ്പീച്ചിൽ മാക്സിമം റെട്രിക്കൽ ഡിവൈസുകൾ യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വാട്ട് ഇസ് റെട്രിക്കൽ ഡിവൈസ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് ഇറ്റ്? ഓക്കെ, റെട്രിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആൾക്കാരെ കൂടുതൽ കൺവിൻസ് ചെയ്യാനും ആ ഒരു സ്പീച്ചിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഓഡിയോ അയച്ചിരുന്നു അല്ലേ? യെസ്, അതോടെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ദാറ്റ് ഓഡിയോ ഇസ് ഹിയർ. Okay, that was Amina's speech about domestic violence, isn't it? ഞാൻ ഫുൾ ആയിട്ട് കേട്ടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് അത് തന്നെ അല്ലേ നോക്കാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയതാണേ. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് അമീന. ഗുഡ്. ആൻഡ് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഓക്കെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഓഡിയോ ചെയ്തോളൂ. ഓഡിയോനേക്കാൾ ബെറ്റർ ആവുക വീഡിയോ ആണ്. സോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ഹാൻഡ് മൂവ്മെന്റ്സും ഐ കോണ്ടാക്റ്റും എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഓക്കെ, റെട്രിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രെയിമിംഗ് ഓഫ് സെന്റൻസ്, റിപ്പിറ്റേഷൻ, പങ്ക്ച്വേഷൻ, ടോൺ, ആൾക്കാരെ കൂടുതൽ എൻഗേജ് ചെയ്യാനും അവരെ കൺവിൻസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് കേട്ടോ റെട്രിക്കൽ ഡിവൈസുകൾ എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ ഇത്തരത്തിൽ റെട്രിക്കൽ ഡിവൈസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഓക്കെ സ്വപ്ന, വെരി ഗുഡ്. Okay, coming to final slide of today, that is cultural exchange discussion. എന്തെങ്കിലും കൾച്ചറൽ ഫാക്ടുകൾ ഷെയർ ചെയ്യാനായിരുന്നു നിങ്ങളുടെ ടോപ്പിക്.
That was നിങ്ങളുടെ കൾച്ചറൽ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഫെസ്റ്റിവലോ കൾച്ചറൽ പ്രാക്ടീസോ റിച്വൽസോ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ശ്രുതി എന്തിന്റെ എക്സാമ്പിൾ ആണ്? എന്തിന്റെ എക്സാമ്പിളാ ചോദിച്ചത്? ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റിയുടെ ഉദ്ദേശം കൾച്ചറൽ എക്സ്ചേഞ്ച്, നമ്മുടെ കൾച്ചറൽ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കൾച്ചർ ഫങ്ഷൻസോ ഫെസ്റ്റിവൽസോ പൂരങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കുറിച്ച് എഴുതുക. ആൻഡ് ഇത്തരത്തിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ഡിസ്കഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് കുടമാറ്റം എന്നുള്ളൊരു വേർഡ് ഉണ്ടാവും. അപ്പൊ ദർ ഇസ് എ റിച്വൽ കോൾഡ് കുടമാറ്റം. അത്ര എഴുതിയാൽ പോരാ, ആ കുടമാറ്റം എന്താണ് എന്ന് വിവിഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം എന്താണ്, ഈ ഒരു കൾച്ചർ അൺനോൺ ആയിട്ടുള്ള ഒരാൾക്കാണ് നമ്മൾ നമ്മളുടെ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതായിരുന്നു ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഡിസ്കഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Rhetorical device in the example, repetition is a rhetorical device. Okay, repetition rhetorical language ആണ്. അതുപോലെ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യുക. ഇപ്പോ are we the victims, are we the or are we the criminals? ഇപ്പോ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ we can ask, നമ്മളാണോ ഇതിന്റെ ക്രിമിനൽസ്, നമ്മളാണോ അതോ വിക്ടിംസ് ആണോ നമ്മൾ, ആരാണ് നമ്മൾ? ഇത്തരത്തിൽ ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന, ആൾക്കാരെ വളരെ ക്രിട്ടിക്കലി തിങ്ക് ആൻഡ് ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദാറ്റ് ഇസ് എ റെട്രിക്കൽ ഡിവൈസ്. റിപ്പിറ്റേഷൻ ഇസ് എ റെട്രിക്കൽ ഡിവൈസ്. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്കിത് രണ്ടുമാണ് ഓർമ്മ വരുന്നത്. ഒരുപാട് റെട്രിക്കൽ ഡിവൈസുകൾ ഉണ്ട് കേട്ടോ. അലിട്രേഷൻസ്, അതായത് സെയിം ലെറ്ററിൽ തുടങ്ങുന്ന ഒരുപാട് വേർഡ്സ് വെച്ച് സെന്റൻസുകൾ ഫ്രെയിം ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് എന്താണ്, ആൾക്കാരിൽ ആ സെന്റൻസ് ഭയങ്കര ക്യാച്ചി ആയിരിക്കും, സോ ആൾക്കാരെ ശ്രദ്ധിക്കും. ഓക്കെ, യെസ്. സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ടുഡേ. ആർക്കെങ്കിലും വാചക കസർത്ത് എന്നുള്ള ഒരു ടേമിന്റെ കറക്റ്റ് ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് അറിയില്ല. റെട്രിക്കൽ ഡിവൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക, ആൾക്കാരെ തിങ്ക് ചെയ്യിപ്പിക്കുക, ആൾക്കാരെ ആക്റ്റീവ് ആക്കുക ആ ഒരു സ്പീച്ചിൽ എന്നതാണ് റെട്രിക്കൽ ഡിവൈസിന്റെ ഉദ്ദേശം. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. മെത്തേഡ് ഓഫ് 3 എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം പറയുക. അത് നമുക്ക് ചില കഥകളിൽ, ചില പോംസിൽ ഇടയിൽ ചില ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് കാണില്ലേ, ദാറ്റ് ഇസ് എ റെട്രിക് ഡിവൈസ് യൂസ്ഡ് റിപ്പിറ്റേഷൻ. ആക്ടിവിറ്റി ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? ആക്ടിവിറ്റി, ഐ ബിലീവ് all of you have got a personal mentor. ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ മെന്റർ കിട്ടിയിട്ടില്ലേ? Through that personal mentor you will be receiving daily tasks through your WhatsApp. In case നാളെ തൊട്ട് വാട്സപ്പിൽ ആക്ടിവിറ്റീസ് കിട്ടുന്നില്ല എങ്കിൽ please connect with your personal mentor. Okay, നന്ദിത ഇപ്പൊ ഈ 2 ദിവസത്തിൽ അഡ്മിഷൻ എടുത്ത ആളാണോ? If yes, you will be appointed a personal mentor. Okay, don't worry. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കാം. മൈ എക്സാം വാസ് നോട്ട് റിയലി ഗുഡ്. ഞാനിപ്പോ ഇന്നലെ ഒന്ന് ജാർഖണ്ഡ് പോയി ഒരു എക്സാം എഴുതി വന്നു. അഗെയിൻ ദാറ്റ് പേപ്പർ വാസ് ടു ലീഡ്. റിൻപാസ് എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സാം ആയിരുന്നു. അഗെയിൻ ദാറ്റ് പേപ്പർ വാസ് ലീഡ്. റൈറ്റ് ആഫ്റ്റർ ദി എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അത് അറിയുന്നത് ആ എക്സാം പേപ്പറും ലീഡ് ആയിരുന്നു. പക്ഷെ നെറ്റിന്റെയും നീറ്റിന്റെ ഒക്കെ സ്കാംസ് ഓൾറെഡി നടക്കുന്നതിന്റെ ഇടയിൽ ഇതൊരു സൈക്കോളജി. Oh, thank you so much. This means a lot. അപ്പൊ ആ ഒരു എക്സാം ലീക്ക് ആയി എന്നതുകൊണ്ട് അതിന്റെ ഫർദർ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ആൻഡ് കീപ് പ്രേയിങ്. ഓക്കെ, ദാറ്റ് ഹെൽപ്സ്, ദാറ്റ് റിയലി ഹെൽപ്സ്. പ്രാർത്ഥനയിൽ വളരെയധികം വിശ്വാസമുള്ള ആളാണ് ഞാൻ. ഓക്കെ നന്ദിത. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ലേൺ വൈസിന്റെ ചാനൽ എടുത്ത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ലേൺ വൈസ് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോ അറൌണ്ട് 40 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ദി ന്യൂ കമേഴ്സ് ടു വാച്ച് ദ ബിഗിനിങ് സെഷൻസ്. നിങ്ങളിപ്പോ ഒരു 20s ശേഷമുള്ള സെഷൻസ് അല്ല, ഒരു 1 to 20 സെഷൻസിലാണ് നമ്മൾ അധികവും ബേസിക്സ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സെന്റൻസ് ഫ്രെയിം ചെയ്യുന്ന എങ്ങനെയാണ്, റെട്രിക്കൽ ഡിവൈസ് എന്താണ്, ഡിബേറ്റ് എങ്ങനെയാണ്, ഒരുപാട് ഇൻപുട്സ് ഉള്ളത് ഒരു സെഷൻ 1 to സെഷൻ 20 So try covering up that. Okay.
Okay. 25 videos അത് കണ്ടു കഴിയുമ്പോഴേക്കും ബാക്കി അപ്ലോഡഡ് ആവും, or more videos will be uploaded in the YouTube. Okay. ബാക്കി okay. Essay and short answer. നന്ദിത എന്ത് വീഡിയോസിനെ കുറിച്ചാണ് പറഞ്ഞത്? വേറൊരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. ദിസ് ഇസ് സോൾലി ഫോർ ഇംപ്രൂവിംഗ് യുവർ സ്പീക്കിംഗ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പാർട്ട് ഈ പേപ്പറിൽ ഉണ്ടാവുന്ന ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ വേറെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. സോ ആപ്പിൾ ഇതില്ല. രാഗേന്ദു ആപ്പിൾ ഉണ്ട് എന്നാണ് കേട്ടോ അറിഞ്ഞത്. ആക്ച്വലി എനിക്ക് ആപ്പിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. കെൻ യു പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റർ? നിങ്ങളുടെ മെന്ററിനോട് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ലേൺ വൈസ് ആപ്പിൽ ഉണ്ട്, അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനും അങ്ങനെ തന്നെയാണ്. സോ രാഗേന്ദുവിന് അത് ആക്സസ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ഹെൽപ്പ് ഫ്രം യുവർ മെന്റർ. ഓക്കെ, യുവർ മെന്റർ വിൽ ഹെൽപ്പ്. യെസ്, 33rd സെഷൻ വരെ ഉണ്ട് എന്നാണ് ഇവിടെ ഒരു ഓക്കെ. ദെൻ ആർ യു ഫ്രം പ്രെപ്വൈസ്? രാഗേന്ദു പ്രെപ്വൈസ് ആണോ? അസാന എന്നുള്ള ആപ്പിലേക്ക് ഓക്കെ, ബട്ട് അസാന എന്ന ആപ്പിലേക്ക് ആക്സസ് ഇല്ലേ? I hope. Okay. So, okay, any LearnWise Propoise app difference and I'm not very aware. Please connect with your mentor. Okay. Propoise is for LearnWise. Actually, IGNOU course provide ചെയ്യുന്നതാണ്. Propoise competitive exams, CUET, PG, CUT, UG, IIT, JEE എന്നിങ്ങനെ എക്സാംസിന് കോച്ചിങ് കൊടുക്കുന്നതാണ് Propoise. Okay, that is the difference. ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ആപ്പ് സെയിം ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മേ ബി ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. പ്ലീസ് കണക്ട് വിത്ത് യുവർ mentors, they'll help you. Okay. So with that, we are winding up for today. Next week, we'll be discussing from business English, market analysis reports, poetry, rhyme and rhythm exploration, virtual discussion from forum experiences, media production language skills, legal English language analysis, science communication techniques, reflective practice on English law. Okay. So thank you all. See you all next week. Video classes no. Your message clear ആയില്ല നന്ദിത, ഒന്ന് ക്ലിയർ ആയിട്ട് അയക്കോ ആ മെസ്സേജ്. I didn't understand. Okay, thank you all. You may all leave. See you all next week, and I request all of you to do the activity. Okay, Vidya, Srimaya, Gobika, Nandita, Ragendu, next week വരുമ്പോ 7 ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 3 അല്ലെങ്കിൽ ഒരു 4 നിങ്ങൾ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തു വരണം കേട്ടോ. Can you please give details of the classes for next week? Yes, അതാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് ഒരു ഡേ 270 തൊട്ടുള്ള ആക്ടിവിറ്റീസ് അയച്ചു തരാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. They will send you. Okay. And എല്ലാ ട്യൂസ്ഡേയും 8 to 9 ആയിരിക്കും നമ്മൾക്ക് സെഷൻ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ ഞാൻ ട്രാവലിംഗ് ആണ്, അതുകൊണ്ട് either Monday അല്ലെങ്കിൽ Wednesday ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. സോ ദാറ്റ് വിൽ ബി ഇൻഫോംഡ് ടു യുവർ മെന്റർ. ഓക്കെ, പ്രയർ ആയിട്ട് ഇൻഫോംഡ് ആയിരിക്കും. ഡോണ്ട് വറി. Okay, thank you all. You may all leave. Take care and good night.